മനുഷ്യനിർമ്മിതമായ സങ്കല്പങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ചരിത്രത്തിലെന്നും അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വാചക കസർത്തുകൾ കൊണ്ടും അക്ഷരങ്ങളുടെ മായാജാലങ്ങൾ കൊണ്ടും അല്പകാലം അത് പിടിച്ചു നിൽക്കും. പിന്നീട് അവകൾക്കെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെ അഗാധ സുഷുപ്തിയാണ് കാലം വിധിച്ചിട്ടുള്ളത്. തങ്ങളുടെ ഇത്തിരിവട്ടത്തിന് പുറത്തുള്ള ലോക മുസ്ലിംകളെ മുഴുവനും മുശ്രിക്കുകളാക്കുന്നവരാണ് വഹാബികൾ. തൗഹീദിൽ തങ്ങൾ മാത്രമേയുള്ളൂവെന്നും അത് തങ്ങളുടെ മാത്രം കുത്തകയാണെന്നും പറഞ്ഞ് നിർദാക്ഷിണ്യം മുസ്ലിം ജനകോടികളെ മുശ്രിക്കുകളാക്കുന്ന മുജാഹിദ് മൗലവിയുടെ പ്രസംഗം കേൾക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. ജക്കാത്തുണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യരവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. ലോകത്ത് 2 രാജ്യങ്ങൾ, ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഷിർക്കിന്റെ കൂടാരങ്ങളെ, ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ഷിർക്കിന്റെ. അടക്ക ജമാഅത്തെ ഇസ്ലാമി ഉണ്ടത്രേ, സെലഫികളുണ്ടെന്നാ കേൾവി. എന്താ അവിടെ നടക്കുന്നത് അല്ലാഹു അലം. പക്ഷെ ഏതായിരുന്നാലും പാകിസ്ഥാനികളെ ഞാൻ ഒരുപാട് രാജ്യത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്കിന്റെ ആളുകളാണ്. വാക്യം ഷിർക്കിന്റെ വിഭാടനം, തൗഹീദിന്റെ പ്രയാണം, അതിന്റെ ജൈത്രയാത്ര, ഷിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കി തൗഹീദ് മനുഷ്യന്റെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുന്ന ജൈത്രയാത്ര. അതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി. ലോക മുസ്ലിംകളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി മക്ക മുശ്രിക്കുകളെ അർദ്ധമോഹീദുകളാക്കി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിനെ 2ആക്കി വിഭജിച്ചു പോന്നിരുന്നു. തൗഹീദുൽ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ എന്നിവയായിരുന്നു തൗഹീദിന്റെ 2 ഭാഗങ്ങൾ. അൽ മുർഷിദ്, സൽസബീൽ തുടങ്ങിയ പഴയ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലും പിന്നീട് വന്ന അൽമനാർ, ഷബാബ് പത്രങ്ങളിലുമെല്ലാം പഠിപ്പിച്ചത് തൗഹീദ് 2ആണെന്നാണ്. തൗഹീദ് പഠിക്കാൻ മുജാഹിദുകൾ പ്രധാനമായി ആശ്രയിക്കുന്ന കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവിയുടെ അത്തൗഹീദ് എന്ന പുസ്തകത്തിലും KNM പ്രസിദ്ധീകരിച്ച അബ്ദുസലാം സുല്ലമിയുടെ തൗഹീദ് ഒരു സമഗ്ര വിശകലനത്തിലും തൗഹീദ് 2 ഇനമാണെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. KNM തന്നെ പ്രസിദ്ധീകരിച്ച അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും തൗഹീദ് 2 ഇനമായി തന്നെ വിഭജിക്കുന്നു. 1988 എടവണ ജാമിയ നദവിയ പ്രസിദ്ധീകരിച്ച അന്നദ്വ മാഗസിനിലും തൗഹീദ് 2 തന്നെയാണ്. എന്നാൽ 2ആയി തൗഹീദിനെ വിഭജിക്കുന്നതിന് സലഫുകളുടെ അഖീദയിൽ യാതൊരു ന്യായീകരണവുമില്ലെന്ന് കണ്ടെത്തിയ മുജാഹിദ് നേതൃത്വം 8 പതിറ്റാണ്ടുകാലം തങ്ങൾ പ്രചരിപ്പിച്ച തൗഹീദിൽ ഭേദഗതി ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു.
ക്രൈസ്തവ സഭകൾ സുന്നഹദോസുകൾ ചേർന്ന് തീരുമാനം മാറ്റുന്ന അതേ രൂപത്തിൽ മുജാഹിദ് പൌരോഹിത്യ സഭയായ കേരള ജമിയത്തുൽ ഉലമ 2001 ജൂൺ 2 പുളിക്കൽ മദീനത്തുൽ ഉലൂമിൽ യോഗം ചേർന്നു. ഇത്രയും കാലം തൗഹീദിനെ രണ്ടായി മനസ്സിലാക്കിയത് തെറ്റാണെന്നും തൗഹീദ് മൂന്നാണെന്നും സഭ തീരുമാനമെടുത്തു. കേരള ജമിയത്തുൽ ഉലമ നിർവാഹക സമിതി തീരുമാനങ്ങൾ എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ ആ തീരുമാനം ഇങ്ങനെ വായിക്കാം. ഈ വിഷയകമായി ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി നേരത്തെ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വസ്തുത അംഗീകരിക്കപ്പെട്ടതായി യോഗം അറിയിച്ചു. തൗഹീദിന് റുബൂബിയ്യ, ഉലൂഹിയ, അൽ അസ്മാഇ വസ്സിഫാത്ത് എന്നിങ്ങനെയുള്ള വിഭജനം ഈ യോഗം ശരിവെക്കുകയും അത് പാഠശാലകളിൽ പഠിപ്പിക്കേണ്ടതാണെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് മൗലവിമാർ ഇത് അണികളെ പഠിപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. ഈ വിഷയത്തിൽ പണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ല വേണ്ടതെന്ന് സക്കരിയ സുലാഹി പറയുന്നു. തൗഹീദിന്റെ രണ്ട് വശങ്ങൾ നിങ്ങൾ ഇവിടെ കേട്ടു കഴിഞ്ഞു. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ. എന്നാൽ തൗഹീദിന്റെ മൂന്നാമത്തെ വശം, അതാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം. അതാണ് സഗുണ സമ്പൂർണനായ അല്ലാഹു എന്ന പേരിലൂടെ ഇവിടെ എനിക്ക് അവതരിപ്പിക്കേണ്ടത്. സലഫുകൾ അഥവാ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഏറെ ചർച്ച ചെയ്തതും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതുമായ ഒരു വിഷയമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അഥവാ നാമവിശേഷണങ്ങളിലുള്ള ഏകത്വം. എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ ഹൃജുവായ പാതയിൽ നിന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ നിന്നും തെറ്റിത്തെറിച്ചു പോയിട്ടുള്ള പൂർവകാലത്തുള്ള കക്ഷികളെയൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവർക്കെല്ലാം അബദ്ധം പണഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ അഖീദയിൽ നിന്ന്, വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് അവർ തെറിച്ചു പോയിട്ടുള്ളത് ഈ വിഷയത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഅ്തസിലിയാക്കളാകട്ടെ, ജഹ്മികളാകട്ടെ, ഖദരിയാക്കളാകട്ടെ, ജബരിയാക്കളാകട്ടെ, ശീഇകളാകട്ടെ, എല്ലാ കക്ഷികൾക്കും അബദ്ധം സംഭവിച്ചിട്ടുള്ളത് അസ്മാ വസിഫാത്ത് എന്ന വിഷയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം പൂർവിക സലഫുകളുടെ ഗ്രന്ഥങ്ങളിൽ ഏറെ പരാമർശിക്കപ്പെടുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. നമുക്ക് ഈ വിഷയത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നാം തിരുത്തി മുന്നോട്ട് പോവുകയല്ലാതെ മുമ്പ് കാലത്ത് അങ്ങനെ സംഭവിച്ചു, അത് ഈജിപ്തുകാരുടെ സ്വാധീനമാണ്, റഷീദ് റിളയുടെ സ്വാധീനമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനമാണ് എന്നൊക്കെ തങ്ങളുടെ വ്യതിയാനങ്ങൾക്ക് മറപിടിക്കാൻ വേണ്ടി ഒരുപാട് ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്തെ തെറ്റുകളിൽ തന്നെ നിലനിൽക്കാനാണ് ചില ആഗ്രഹിക്കുന്നത്. പക്ഷേ നദ്വത്തുൽ മുജാഹിദീൻ അതല്ല. ഗുണവിശേഷണങ്ങളിലെ ഏകത്വം തൗഹീദിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പോലും ഇവർ എഴുതിയിരുന്നു. 1996 ജൂലൈ മാസത്തെ സെൽസബിയിൽ ഗുണവിശേഷണങ്ങളിലെ ഏകത്വം തൗഹീദിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി എഴുതുന്നു. ഇതേ രൂപത്തിൽ തൗഹീദിന്റെ മൂന്നാം പാർട്ടിൽ വിശ്വസിക്കാതെ മനസ്സിലാക്കാതെ മരിച്ചുപോയ KM മൗലവി മുതൽ അലവി മൗലവി, ഉമർ മൗലവിമാർ വരെയുള്ള മുജാഹിദ് പണ്ഡിതരും അവരെ പിന്തുടർന്ന ജനങ്ങളും യഥാർത്ഥ തൗഹീദ് പോലും മനസ്സിലാക്കാതെ നരകത്തിലേക്ക് പോയവരാണെന്ന വാദത്തിലാണ് പുതിയ മുജാഹിദ് നേതൃത്വം എത്തി നിൽക്കുന്നത്. തൗഹീദിലെ ഭേദഗതികൾ ഇതോടെ അവസാനിപ്പിക്കാൻ മുജാഹിദ് നേതൃത്വം തയ്യാറായില്ല. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി പരമ്പരാഗതമായി മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്ന തൗഹീദിന്റെ നിർവചനത്തിൽ തിരിമറി നടത്താൻ ധൈര്യം കാണിച്ചവരാണ് മുജാഹിദുകൾ. ഇക്കാര്യം മുജാഹിദ് പണ്ഡിതർ തന്നെ തുറന്നെഴുതിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ തൗഹീദ് വിദഗ്ധനായ അബ്ദുസലാം സുല്ലമി 2007 ഫെബ്രുവരിയിലെ അൽ ഇസ്ലാഹിൽ എഴുതുന്നത് കാണുക. ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇമാം റഷീദ് റിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. ഈ നിർവചനം സലഫുകളിൽ ഒരു പണ്ഡിതനെങ്കിലും പറഞ്ഞത് നമുക്കുദ്ധരിക്കുവാൻ സാധ്യമല്ല. തൗഹീദിനും ഇബാദത്തിനും
മുൻഗാമികൾ ആരും നൽകാത്ത നിർവചനമാണ് കേരള വഹാബിസം ഇവിടെ പ്രചരിപ്പിച്ചതെന്ന് ഇവിടെ വ്യക്തമാകുന്നു. മറഞ്ഞ മാർഗത്തിൽ ഒരു വസ്തു ഗുണം ചെയ്യുമെന്നോ ദോഷം വരുത്തുമെന്നോ വിശ്വസിച്ചാൽ അത് ആ വസ്തുവിനുള്ള ഇബാദത്താണ് എന്നും അങ്ങനെ അല്ലാഹുവല്ലാത്തവരെക്കുറിച്ച് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നുമാണ് റഷീദ് റിളയിൽ നിന്നും കോപ്പിയടിച്ച് മുജാഹിദുകൾ കേരളത്തിൽ പ്രചരിപ്പിച്ച തൗഹീദ്.